എമ്പുരാൻ സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സിനിമയുടെ അവസാന ഭാഗത്ത് മോഹൻലാലിന്റെ മുഖത്ത് കണ്ടേക്കുന്ന ഒരു എക്സ്പ്രഷൻ കാണുന്ന സമയത്ത് കഴിഞ്ഞ രണ്ട് ഫ്രാഞ്ചൈസികൾ കാണാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു പേടി, ഒരു ഭയത്തിന്റെ ഒരു എക്സ്പ്രഷൻ ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. ലോകം തന്നെ ഭരിക്കുന്നത് ഈ ഷെൻട്രയാർഡിന്റെ തലവനായിട്ടുള്ള ഷെൻലോങ് ഷെൻ എന്ന് പറയുന്ന ഒരാളുടെ കോള് വരുന്ന സമയത്താണ് ശരിക്കും അബ്രാം ഖുറേഷിയുടെ മുഖത്ത് ആ ഒരു ഭാവമാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നെക്സസ് ആയിട്ടുള്ള അബ്രാം ഖുറേഷി ഗ്യാങ്ങിന്റെ തലവൻ എന്തുകൊണ്ട് ഇയാളുടെ കോള് വരുന്ന സമയത്ത് പേടിക്കണം? ഇത് കണ്ടുകൊണ്ട് പല ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്യാങ് എന്ന് പറയുന്നത് ഈ ഷെൻ ട്രയാഡ് ആണ്. അതിന്റെ മുന്നിൽ ഖുറേഷി അബ്രാം നെക്സസ് എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്താണ് ഇതിന്റെ റിയാലിറ്റി? L2 എന്ന് പറയുന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ വെച്ചുകൊണ്ട് ഒപ്പം തന്നെ അസ്രായേൽ എന്ന് പറയുന്ന ഒരു ടേമിന് ഒരു കണക്ഷൻ കൂടി വെച്ചുകൊണ്ട് ഈ രണ്ട് ടീമുകളിൽ ആരാണ് ഏറ്റവും വലിയ പവർ ഹൗസ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് ഡിക്കോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കഴിഞ്ഞ ദിവസം എമ്പുരാൻ സിനിമയുടെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്റെ കമന്റ് ബോക്സിനകത്ത് ഒരു കമന്റ് കാണാൻ സാധിച്ചിരുന്നു. ബ്രോ വേം പോയി പൃഥ്വിരാജ് സുകുമാരന്റെ പോസ്റ്റ് പോയി നോക്ക്, ബ്രോയുടെ വോയിസ് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു, ഒരു കമന്റ് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെ നേരെ പോയി പൃഥ്വിരാജിന്റെ പോസ്റ്റ് എടുത്ത് നോക്കിയ സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് തോന്നുന്നു ഇതിലും വലിയൊരു അംഗീകാരം വേറെ കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമയുടെ ഒരു ടീം, അതും ആ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരനും പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ആശീർവാദും ഗോകുല സിനിമാസും ഒപ്പം തന്നെ ഇപ്പൊ അതിനകത്ത് നടന്മാരൊക്കെ ആയിട്ടുള്ള ഇപ്പൊ മഞ്ജു വാര്യർ ആണെങ്കിലും ടൊവിനോ തോമസ് ആണെങ്കിലും അങ്ങനെ എല്ലാവരും ഈ ഒരു സിനിമയെ കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു വോയിസ് ഓവർ ഉള്ള ഒരു വീഡിയോ ഇട്ടേക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി. ഇതെല്ലാം സാധിച്ചത് നിങ്ങളൊക്കെ എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതുകൊണ്ടാണ്. സോ അത്തരത്തില് നല്ല രീതിക്കുള്ള ഒരു മാർക്കറ്റിംഗ് കാഴ്ചവെക്കുന്നതിന്റെ ഒപ്പം തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൂടി പരിഗണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പവർ ഫോഴ്സുകളെ കുറിച്ച്, അതായത് സബ് ടെറൻ ഫോഴ്സുകളെ കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ തന്നെ മൂന്നാം ഭാഗം എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഖുറേഷി അബ്രാം നെക്സസ് എന്ന് പറയുന്ന നെക്സസിനെ കുറിച്ചാണ് ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എമ്പുരാൻ സിനിമയുടെ അവസാന ഭാഗത്ത് പുതിയൊരു ടീം കൂടി അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ തുടക്ക ഭാഗത്തിന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും രണ്ട് പവർ ഹൗസുകൾ അല്ലെങ്കിൽ സബ് ടെറൻ ഫോഴ്സുകളിൽ ഖുറേഷി അബ്രാമിനെ പോലെ തന്നെ മറ്റൊരു സൈഡിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഷെൻ ട്രയാഡ് എന്ന് പറയുന്ന ഈ ഡ്രാഗൺ സിമ്പിളിന്റെ ഉടമ എന്ന് പറയുന്ന ഷെൻലോങ് ഷെൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഖുറേഷി അബ്രാം നെക്സസ് എന്ന് പറയുന്നത് ഇൻഡോ അറബ് എന്ന് പറയുന്ന ഒരു സിൻഡിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു നെക്സസ് ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഷെൻ ട്രയാഡ് എന്ന് പറയുന്നത് ഏഷ്യ ആഫ്രിക്ക ആഫ്രോ ഏഷ്യൻ എന്ന് പറയുന്ന സിൻഡിക്കേറ്റ് ആണ്. അതായത് രണ്ടുപേരെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പവർ ഹൗസുകൾ എന്ന് പറയുന്നത് രണ്ടിടങ്ങളിലാണ്. ഇവിടെ ഷെൻ ട്രയാഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരാളാണോ അതോ രണ്ടാളാണോ അതോ മൂന്നാളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഒരു വെയിറ്റിംഗ് നമ്മൾ വെച്ചേ പറ്റൂ. കാരണം എന്താണ് ഇവരെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവർ എത്രത്തോളം പവർഫുൾ ആണെന്നും കെ ഗ്യാങ് ആൻഡ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ ആരായിരിക്കും ഇതിനകത്ത് വിജയിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അസ്രായേൽ എന്ന് പറയുന്ന വീഡിയോ പുറത്തു വന്നായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആദ്യം തന്നെ വന്നേക്കുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദ ഗാർഡിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്ങിനകത്ത് വന്നേക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: SIS വാണ്ട്സ് ഇന്ത്യ ഓഫ് ഷെൻ അപ്പോക്കലിപ്സ് എന്നുള്ളൊരു കാര്യമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന ഒരു വാർത്ത ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി ഇന്ത്യക്ക് ഒരു വാർണിംഗ് കൊടുത്തേക്കാണ്. ഇന്ത്യയിലോട്ട് ഷെൻ ട്രയാഡിന്റെ ഒരു വലിയ രീതിക്കുള്ള ഒരു അറ്റാക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പിൽഗ്രിമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റാളേഷൻസ് ആയിരിക്കാം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും അഭിമാനം നമ്മൾ കാണുന്ന വലിയ വലിയ രീതിക്കുള്ള സ്റ്റാച്യുകളും മറ്റു തരത്തിലുള്ള സംഭവങ്ങളായിരിക്കാം. ഇതിനൊക്കെ നേരെ വലിയ രീതിക്കുള്ള ഒരു അറ്റാക്ക് ഷെൻ ട്രയാഡിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാം എന്നുള്ളൊരു വാർണിംഗ് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഇന്ത്യൻ റോ എന്ന് പറയുന്ന ഏജൻസി കൈമാറുന്നതായിട്ടാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ന്യൂസ് വീക്ക് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിനകത്ത് കൊടുത്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേർ ഡെവിൽ ഇസ് ഗോഡ് ആൻഡ് ഗോഡ് ഇസ് ഡെവിൽ എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത്. അതായത് ഷെൻ ട്രയാഡും കെ ഗ്യാങ് എന്ന് പറയുന്ന രണ്ട് ഗ്യാങ്ങുകളും അവർ രണ്ടുപേരും ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടാണ്. ഒരു ടീം എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റൊരു ടീം എന്ന് പറയുന്ന കെ ഗ്യാങ് എന്ന് പറയുന്നത് ഖുറേഷി അബ്രാം നെക്സസ് എന്ന് പറയുന്നത് ഡ്രഗ്സിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ഗ്യാങ് ആണ്. ഇന്ത്യയിലോട്ട് ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് ഷെൻ ട്രയാഡ് കയറി വരുന്ന സമയത്ത് അവർക്കെതിരെ ഏറ്റുമുട്ടാനായിട്ട് ഇവിടെ കെ ഗ്യാങ് തയ്യാറാണ്. അവർ ഏറ്റുമുട്ടുന്നുണ്ട്, അവർ തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ള രീതിക്കാണ്. അതും സെൻട്രൽ ആഫ്രിക്കയിലാണ് ഇവരുടെ ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകൾ നടക്കുന്നത് എന്നുള്ള രീതിക്കാണ് വാർത്തകൾ വന്നേക്കുന്നത്. നമുക്കറിയാം ഈ സിനിമയിൽ വന്നേക്കുന്ന ഗബൂങ്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആഫ്രിക്കൻ ആണ്. സോ അയാളെ കൊന്നേക്കുന്നത് പോലും ഈ ഒരു അറ്റാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വന്നേക്കുന്നതായിരിക്കാം. ഹാമ ടൂമയുടെ ഒരു കോട്ടാണ് ദ ഡെവിൽ യു നോ ഈസ് ബെറ്റർ ദാൻ ദ ഗോഡ് യു ഡോണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഡെവിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഷെൻ ട്രയാഡ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെൻ ട്രയാഡിനെ നിങ്ങൾക്ക് അറിയുന്ന അത്ര പോലും
നിങ്ങൾക്ക് ദൈവത്തിനെ കുറിച്ച്, അതായത് ഈ സിനിമയിൽ വരുന്ന കെ ഗ്യാങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അത്ര നിഗൂഢമാണ് കെ ഗ്യാങ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു കോട്ട് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഷെൻ ട്രയാഡിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും കൂടുതൽ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും മൂന്നാം ഭാഗത്തിൽ എത്തുന്ന സമയത്ത് പോലും ഷെൻ ട്രയാഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നെക്സസ് ആണെങ്കിലും ഒരു സബ്ടെറൈൻ ഫോഴ്സ് ആണെങ്കിൽ പോലും അവരെക്കാൾ നിഗൂഢമാണ് ഈ സിനിമയിലുള്ള ദൈവമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ആ ഒരു നെക്സസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സമൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ്. ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിനകത്ത് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: വാർ ഓഫ് ദ ലോർഡ്സ് എന്നുള്ളൊരു കാര്യമാണ് കൊടുത്തേക്കുന്നത്. ദ ഇൻഫേമസ് ഷെൻ ട്രയാഡ് ഹാസ് റിപ്പോർട്ടഡ്ലി അറ്റാക്ഡ് ആൻഡ് ഹോയിസ്റ്റഡ് ഫ്ലാഗ്സ് at multiple Latin American strongholds of their equally nefarious rival, the Qureshi Abram Nexus, say ISI sources. ISI sources അനുസരിച്ച് അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഷെൻ ട്രയാഡ് കെ എ ഗ്യാങ്ങിനെതിരെ വലിയ രീതിക്കുള്ള ഒരു സ്ട്രൈക്ക് അവർ നടത്തിയിട്ടുണ്ട്. അതും ഖുറേഷി അബ്രാമിന്റെ തന്നെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള, അവരുടെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട് അവർ നിൽക്കുന്ന, അവരുടെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് അവരുടെ ഏറ്റവും വലിയ രീതിക്കുള്ള ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഷെൻ ട്രയാഡ് വളരെ ശക്തമായിട്ടുള്ള രീതിക്കാണ് കെ എ ഗ്യാങ്ങിനെതിരെ തിരിച്ചടിച്ചേക്കുന്നത് അല്ലെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ സിനിമയിൽ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എത്ര വലിയ ക്യാൻവാസിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഇതൊക്കെ നല്ല രീതിക്ക് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. എനിക്ക് തോന്നുന്നു L2 ഒരു 3 ഇരട്ടി വലുപ്പമുള്ള ഒരു സിനിമയായിരിക്കും L3 എന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ ഈ ന്യൂസ് പേപ്പർ കട്ടിങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത ന്യൂസ് പേപ്പർ കട്ടിംഗ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓറിയന്റൽ ബേസ് ലൈൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷെൻ നാർക്കോട്ടിക്സ് ദ ന്യൂ കറൻസി എന്നുള്ള ഒരു കാര്യമാണ്. The Chinese drug triad expands its business radius to all 7 continents എന്നുള്ള രീതിക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ലോകത്തിലുള്ള 7 കോണ്ടിനെന്റ്സിലോട്ടും അവരുടെ ഡ്രഗ് ട്രേഡുകൾ അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം, അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു യുദ്ധങ്ങൾക്ക്, ആ ഒരു പ്രശ്നങ്ങൾക്കും ഉള്ളില് ഈ ഷെൻ ട്രയാഡിന്റെ വലിയ രീതിക്കുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായെന്നുള്ള വാർത്തകളോട് കൃത്യമായിട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സെന്റിനൽ എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിനകത്ത് വന്നിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഖുറേഷി അബ്രാം എ മിത്ത് ഓഫ് ഇൻവിൻസിബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ്. അതായത് ലോസ് ഓഫ് ഡൊമൈൻസ്, ലോസ് ഓഫ് ലൈഫ്സ്, the nexus list of wars continues even as Shen swords tear into its dark market fabric എന്നുള്ള രീതിക്കാണ് ന്യൂസ് പേപ്പർ കട്ടിങ് വന്നേക്കുന്നത്. അതായത് ലോസ് ഓഫ് ഡൊമൈൻസ് ആൻഡ് ലോസ് ഓഫ് ലൈഫ്സ് എന്ന് പറയുന്ന സമയത്ത് ഖുറേഷി അബ്രാം ആൻഡ് ഷെൻ ട്രയാഡ് എന്ന് പറയുന്ന 2 പേരുമായിട്ട് ഏറ്റുമുട്ടിക്കുന്ന സമയത്ത് ഖുറേഷി അബ്രാം ഗ്യാങ്ങിലുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട്, ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പവർ ഹൗസ് ആയിട്ട് നിൽക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഹോൾഡുകളിൽ ചെന്ന് അറ്റാക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് ഒരുപാട് ഡൊമൈൻസ്, അതായത് അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിക്കാണ് ഈ വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഷെൻ ട്രയാഡ് എന്ന് പറയുന്ന ആ ഒരു ഷെൻലോങ് ഷെൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന്റെ വലിയ രീതിക്കുള്ള ഒരു സ്ട്രൈക്ക് തന്നെയാണ്. ഇവരെ വലിയ രീതിക്കുള്ള ഒരു ഇൻഫ്ലുവൻസും ഇവർ ആരാന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ഓരോ സീനുകൾ എടുത്ത് കാണിക്കുക. പക്ഷേ ഇതെല്ലാം കാണിക്കുന്ന സമയത്ത് ഖുറേഷി അബ്രാം എന്ന് പറയുന്ന നെക്സസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോകത്തിലുള്ള ചെകുത്താനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാന്നുണ്ടെങ്കിൽ അതിനേക്കാളും നിഗൂഢമാണ് ദൈവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതെന്നുള്ളൊരു കാര്യം ഇവിടെ ഹാമാറ്റുമ പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന നമ്മൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് നിഗൂഢതകളുള്ള ലൂസിഫർ സിനിമയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞു. L2 എന്ന് പറയുന്ന ഇംബ്ര എന്ന് പറയുന്ന സിനിമയിൽ ഖുറേഷി അബ്രാമിനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളുണ്ടെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയായിരിക്കും ഷെൻ ട്രയാഡിനെതിരെ തിരിച്ചടിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടൊരു കോട്ടാണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതിങ്ങനെയാണ്: ഡോൺ എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് നമുക്കിവിടെ ഒരു ഹെഡ്ലൈൻ കാണാൻ സാധിക്കുന്നത്. അതിങ്ങനെയാണ്: KA returns Shen fire. It's Qoyamat എന്നുള്ളൊരു കാര്യമാണ് കൊടുത്തേക്കുന്നത്. കൊയാമത്ത് എന്ന് പറയുന്നത് അന്ത്യദിനം അല്ലെങ്കിൽ ദ ഡൂംസ് ഡേ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തൊരു ദുഷ്ടതയ്ക്കും ഒരു അന്ത്യമുണ്ട് അല്ലെ, അത് എല്ലാ കാര്യങ്ങളും സർവ്വമായിട്ട് നമുക്ക് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു കട്ടിങ്ങിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇൻ എ ഡെയർഡെവിൽ ആക്ട് ഓഫ് റിട്രിബ്യൂഷൻ ദ ഖുറേഷി അബ്രാം നെക്സസ് ഹാസ് സ്ട്രക്ക് ഹാർഡ് അറ്റ് ഷെൻ പവർ പോയിന്റ്സ് അക്രോസ് വെസ്റ്റ് ഏഷ്യ എന്നുള്ളൊരു കാര്യമാണ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ സിനിമയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ലോകത്ത് 2 തരത്തിലുള്ള പവർ ഹൗസുകൾ അല്ലെങ്കിൽ സബ് ടെറൈൻ ഫോഴ്സുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഇൻഡോ അറബ് ഫോഴ്സ് ആയിട്ടുള്ള ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഒരു നെക്സസും ആഫ്രോ ഏഷ്യൻ നെക്സസ് അല്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡ്രഗ് സിൻഡിക്കേറ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഷെൻ ട്രയാഡ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആഫ്രോ ഏഷ്യൻ എന്ന് പറയുന്ന ഷെൻ ട്രയാഡിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ഏഷ്യ തന്നെയാണ്. അതായത് ഡ്രഗ്സ് പോലെയുള്ള പല ബിസിനസ്സുകളുടെയും ഡ്രഗ്സ് ആൻഡ് വെപ്പൺസ് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വലിയ രീതിയിലുള്ള ട്രേഡ് നടത്തുന്ന വളരെ ശക്തി ഉള്ള ഒരു വലിയൊരു പവർ ഹൗസ് ആണ്, ഏഷ്യ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയൊരു പവർ ഹൗസ് ആണ് ഷെൻ ട്രയാഡ് എന്ന് പറയുന്നത്. ആ ഏഷ്യയിൽ തന്നെ വെസ്റ്റ് ഏഷ്യയിൽ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ ഖുറേഷി അബ്രാം ഗ്യാങ്ങിന്റെ ഒരു താണ്ഡവം തന്നെ നടക്കുന്ന രീതിക്കാണ് ഇവിടെ ന്യൂസ് പേപ്പർ കട്ടിങ് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുവരെ
ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിൽ ഷെൻട്രയാഡ് കയറി മെയ്തുന്നുണ്ടെങ്കിൽ അങ്ങ് അടിച്ച് തകർത്തുന്നുണ്ടെങ്കിൽ അതിനെല്ലാം മൂന്നരട്ടിയായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ പവറുമായിട്ട് തിരിച്ചടിച്ചേക്കുന്ന ഒരു ഖുറേഷി അബ്രാമിന്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണെന്ന് കൂടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏഷ്യൻ ഭാഗങ്ങളിൽ വെസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിൽ ഷെൻട്രയാഡിന്റെ തന്നെ ഏറ്റവും പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ ഏറ്റവും പവറായിട്ട് നിൽക്കുന്ന ഒരു പവർ ഹൗസിൽ തന്നെ കയറിക്കൊണ്ട് ഖുറേഷി അബ്രാം കയറി അടിച്ചു എന്നുള്ള രീതിക്കാണ് അവർ കയറി അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണെന്ന് കൂടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് L3 വരുന്ന സമയത്ത് ഇതൊക്കെ കാണും എന്റെ പൊന്നെ അത് വേറെ മാതിരിയായിരിക്കും. കാരണം ഈ എല്ലാ രാജ്യങ്ങളിലുള്ള യുദ്ധങ്ങൾ ഇതൊക്കെ കാണിച്ചു പോവാന്ന് പറയുന്നത് എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവുന്നത്. പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്ന പോലെ ആര് പോസിബിൾ ആവില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോസിബിൾ ആക്കുന്നതിലാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. സോ ഇതൊരു വലിയ സിനിമയായിട്ട് മാറും. നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ സിനിമകളെക്കാളും വലിയൊരു സിനിമയായിട്ട് മാറും എന്നുള്ള രീതിക്കാണ് ഈ സ്ക്രിപ്റ്റും ഈ ഒരു ഇൻഡിക്കേഷൻസുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഖയാമത്ത് അന്ത്യദിനം ദ ഡൂംസ് ഡേ എന്നുള്ള രീതിക്ക് ഖുറേഷി അബ്രാമിന്റെ ഒരു തിരിച്ചടി നമുക്ക് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് L3 എന്ന് പറയുന്ന സിനിമയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ L3 എന്ന് പറയുന്ന അവസാനമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് L3 ദ ബിഗിനിങ് എന്നിട്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കാരണം ഓരോ വീഡിയോ കഴിയുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അസ്രായേൽ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവണം. ഒപ്പം തന്നെ ഈ ബിഗിനിങ് എന്നുള്ളൊരു കാര്യം ഇട്ടതിനൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. അതെന്താന്നുള്ളൊരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഒപ്പം തന്നെ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് രണ്ടായെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സൈനിങ് ഔട്ട്. ബൈ.